രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിൽ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി. രാഹുൽ അയച്ച സന്ദേശങ്ങളുടെ വിവരങ്ങളും തെളിവും നടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെയും വെളിപ്പെടുത്തലിലും എടുത്ത കേസിലാണ് ഇപ്പോൾ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച സന്ദേശങ്ങളുടെ വിവരങ്ങളും അതുപോലെ തന്നെ മറ്റ് തെളിവുകളുമൊക്കെ നടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, യുവനടിയിൽ നിന്നാണ് വിവരങ്ങൾ തേടിയിട്ടുള്ളത് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുന്ന തെളിവുകളും മറ്റ് ശബ്ദ സന്ദേശങ്ങളും ഒക്കെയാണോ ഇതിനോടകം അന്വേഷണ സംഘം കൈവശപ്പെടുത്തിയിട്ടുള്ളത്, ഇവരിൽ നിന്ന് തേടിയിട്ടുള്ളത്? ദിവ്യ, യുവനടിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും മറ്റ് പല സമൂഹ മാധ്യമങ്ങളിലൂടെയും നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദേശം അയച്ചിരുന്നു. അശ്ലീല ചുവയുള്ള മെസ്സേജ് അടക്കം അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ യുവനടി നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അടക്കം പറഞ്ഞതാണ്. ആ കാര്യങ്ങളടക്കം ക്രൈംബ്രാഞ്ചിനും യുവനടി മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്നത്. അതടക്കമുള്ള വിവരങ്ങളും മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും മറ്റ് വിശദാംശങ്ങളും അടക്കമുള്ള എല്ലാ തെളിവുകളും യുവനടി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യവും യുവനടി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ആരോപണവുമായിട്ട് യുവനടി രംഗത്ത് വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാനോ അല്ലെങ്കിൽ ഇനി നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനോ താല്പര്യമില്ല, ഇനി അത്തരത്തിൽ ഇനിയൊരു അനുഭവം മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ മാത്രമാണ് താൻ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളൊരു പ്രതികരണമാണ് യുവനടി നടത്തിയത്. അതുതന്നെയാണ് ക്രൈംബ്രാഞ്ചിന് മുമ്പാകെയും യുവനടി ആവർത്തിച്ചത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് പരാതിയില്ല, ഇനി ഇപ്പോൾ ഇതിന്റെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യവുമില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി യുവനടി ക്രൈംബ്രാഞ്ചിനെ അതാണ്. ആരും നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറാകാത്തത് ഈ കേസിൽ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയല്ലേ? സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുകൊണ്ട് നേരിട്ട് ആരും പരാതി നൽകാത്തത് തന്നെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യം അന്വേഷണ സംഘത്തിന് മുമ്പാകെയുണ്ട്. നിലവിൽ ഏതാണ്ട് 11 പരാതികൾ, മൂന്നാം കക്ഷിക്കാരായിട്ടുള്ള 11 പേരുടെ പരാതികൾ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ലഭിച്ചിട്ടുണ്ട്. അവരുടെ പരാതികളിലെല്ലാം ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഹഫീസിന്റെയും അഡ്വക്കേറ്റ് ഷിൻഡോയുടെയും അടക്കമുള്ള മൊഴികളിൽ ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത് മാത്രവുമല്ല, മറ്റ് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും, ഡിജിറ്റൽ സാങ്കേതികമായിട്ടുള്ള എല്ലാ തെളിവുകളും ക്രൈംബ്രാഞ്ച് സംഘം ഇതിനോടകം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഇരകളായിട്ടുള്ള സ്ത്രീകൾ ആരും നേരിട്ട് പരാതി നൽകാത്തത് അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിനകത്ത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരു ചോദ്യമായിട്ട് മുന്നിൽ നിലനിൽക്കുകയാണ്. എന്തായാലും നിലവിൽ ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളും ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇരകളെ നേരിൽ കാണാനുള്ള ശ്രമം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയെങ്കിലും അവരും നേരിട്ട് പരാതി നൽകാൻ ഒരുക്കമല്ല. അവർക്കും ഇനി മുമ്പോട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള വിവരമാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും യുവനടിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് നിലവിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ യുവനടിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം വിവരങ്ങൾ തേടിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.